എല്ലാവർക്കും ദ റോമിംഗ് ഗരാജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലെ പ്രശ്നം അനുഭവിക്കാത്ത ഒരു നെക്സോൺ യൂസറും ഇന്ത്യയിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ വണ്ടി ഇറങ്ങി നെക്സോൺ അവർ ടാറ്റ ഇറക്കിയപ്പം തൊട്ട് ഇന്ന് വരെ ഉള്ളവർക്കുള്ള പ്രശ്നം ആണ് അത്. എല്ലാവരും തന്നെ അനുഭവിച്ച് കാണും. എത്ര പ്രാവശ്യം അനുഭവിച്ചെന്നുള്ളത് മാത്രം കമൻറ്റ് ചെയ്താൽ കറക്റ്റായിട്ട് ആളെ അറിയാം. അതാണ് നെക്സോണിൻ്റെ ആക്ച്വേറ്റർ സ്റ്റക്കാകുന്ന ഇഷ്യൂ. അതായത് ചാർജിങ് ഗൺ സ്റ്റക്കായി പോവുക, ചാർജിങ് ഗൺ ലോക്കാകാതെ ഇരിക്കുക. ഈ പ്രശ്നങ്ങളാണ് ടാറ്റയുടെ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. പല പ്രാവശ്യമായിട്ട് പറയുമ്പം അതിൻ്റെ അടിയിൽ വെക്കുന്ന ഫ്ലാപ്പിൻ്റെ നീളം കുറേശ്ശേ കൂട്ടി അങ്ങ് എത്തിക്കും. എനിക്ക് തോന്നുന്നു ഇനി അത് അങ്ങേറ്റത്ത് മുട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 2030-35 ആകുമായിരിക്കും. കാരണം ഇപ്പോഴത്തെ ഒരു പോക്ക് കണ്ടിട്ട് ഇപ്പം 5 വർഷമായിട്ട് ഇതുവരെ മുട്ടിയിട്ടില്ല. അപ്പം ഇതനുഭവിക്കാത്ത ഒരാൾ ഇന്ത്യയിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ആക്ച്വേറ്ററിൻ്റെ പ്രശ്നം എനിക്ക് 2 പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ പ്രാവശ്യം ഒരു ചെറിയ കവർ വെക്കുന്നതിന് മുമ്പായിരുന്നു വന്നത്. അത് കഴിഞ്ഞ് കവർ വെച്ച് കഴിഞ്ഞ് വന്നു അത് കഴിഞ്ഞ് കവർ വെച്ച് എല്ലാം കഴിഞ്ഞ് അതിനകത്ത് വെള്ളം കയറി സ്റ്റക്കായി പിന്നെ മാറി തന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ തന്നെ പുതിയ കവർ കണ്ടുപിടിച്ച് നമ്മൾ തന്നെ അടച്ചു. അത് പിന്നെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ ആക്ച്വേറ്ററിൻ്റെ ഈ ഗൺ ലോക്കാകാത്തതും ഗൺ സ്റ്റക്കായിരിക്കുന്നതും ഇഷ്യൂ ഒരുപാട് പേർക്കുണ്ട്. ഒന്നാമത് ഈ മഴയത്തൂടെ വെള്ളം കണ്ടാൽ മതി, മഴയത്തൂടെ പോകണമെന്നില്ല. ഒരു ഇച്ചിരി വെള്ളം കിടക്കുന്നിടത്തൂടെ പോയി ഒരു ചള്ളക്കകത്തോ വെള്ളം കയറിയാൽ സംഭവം ഏകദേശം റെഡിയായി. റെഗുലറായിട്ട് ആക്ച്വേറ്റർ കഴുകുന്നവർക്ക് പിന്നെയും പ്രശ്നമില്ല. അല്ലാത്ത എല്ലാവർക്കും ഈ ആക്ച്വേറ്റർ പ്രശ്നം ഭയങ്കര ശക്തമായിട്ടുണ്ട്. ഞാനിത് വെറുതെ പറയുന്നതല്ല. എൻ്റെ അനുഭവത്തിൽ എനിക്കറിയാവുന്നതുമായ ഒരുപാട് പേര് ഇന്നിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആക്ച്വേറ്ററിൻ്റെ ഗൺ ലോക്കാകാതെയും സ്റ്റക്കായിട്ടും ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതിനെന്തുകൊണ്ട് ടാറ്റ എന്ന് പറയുന്നൊരു വലിയ കമ്പനി ഇതിനൊരു പരിഹാരം കാണുന്നില്ല എന്നുള്ളത് എനിക്കറിയത്തില്ല. അതോ ഇതൊക്കെ ടാറ്റ അറിയുന്നില്ല ഇങ്ങനെ ആക്ച്വേറ്ററിന് കംപ്ലയിൻ്റ് ഉണ്ടെന്നോ, അല്ലെങ്കിൽ ഇനി ആക്ച്വേറ്റർ ഉണ്ടാക്കുന്നവർ ഇതിനകത്ത് എന്തെങ്കിലും ഇടപെടുന്നതുകൊണ്ടാണോ ഇത് ആരും അറിയാതെ പോകുന്നത്. ആക്ച്വേറ്ററിൻ്റെ ഷോക്ക് അബ്സോർബറിൻ്റെ ബാക്കിൽ കൂടെ ചെളി അടിച്ച് കയറുകയാണ്. അതൊന്നും ടാറ്റ കാണുന്നില്ല. ടാറ്റ വരുമ്പോൾ കംപ്ലയിൻ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ വാറണ്ടിയിലാണെങ്കിൽ മാറിക്കൊടുക്കും. അല്ലെങ്കിൽ ഏകദേശം എത്രയാണ് 3000 ചില്ലുവാനും രൂപ കൊടുത്ത് നമ്മൾ തന്നെ മാറണം. എത്ര പേരായി ഈ ആക്ച്വേറ്ററിൻ്റെ പ്രശ്നം കാരണം ഈ ബുദ്ധിമുട്ടുന്നതെന്നറിയോ? മഴയത്തിടാൻ പറ്റിയ ഒരു വീഡിയോ ആണിത്. കാരണം വെച്ചാൽ മഴയത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് മുഴുവൻ. എനിക്ക് അറിയത്തില്ല എന്തുകൊണ്ടാണ് ഇവരുടെ R&D ടീം ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കാത്തതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം ആക്ച്വേറ്റർ അത് ഇപ്പോഴത്തെ പുതിയ നെക്സോൺ 2026 ഇറക്കിയേക്കുന്ന നെക്സോണിനും ആ കവർ 2 സൈഡിലെ ഫെൻഡറിൻ്റെ ലൈനർ ഒരുമിച്ച് മുട്ടിച്ചിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുക, ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. പുതിയ നെക്സോൺ ഇതെടുത്തേക്കുന്നവരൊന്ന് കുനിഞ്ഞ് നോക്കിയാൽ മതി, ഇങ്ങനെ തൂങ്ങിയാണ് കിടക്കുന്നത്. കുറച്ച് പേര് കയറി കഴിയുമ്പോൾ ഇത് അത്തയിൽ ടയറിൽ പോയി വരഞ്ഞ് അത് പോവും. ഇതൊക്കെ ഒരു വൃത്തിയായിട്ടൊന്ന് ചെയ്തു തന്നിരുന്നെങ്കിൽ ഞങ്ങൾ എന്തോരം പേര് സമാധാനമായിട്ട് റോഡിൽ കൂടെ യാത്ര ചെയ്തേനെ. എനിക്കിപ്പം പ്രശ്നം വരുന്നില്ല. കാരണം എൻ്റെ ആക്ച്വേറ്റർ ഇപ്പം നനയാത്ത രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് പേരുടെ പ്രശ്നമാണ്. അല്ലെങ്കിൽ നോക്കിക്കേ, ഞാൻ തമാശയായിട്ട് പറയുന്നില്ല. ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കിക്കേ. ഒരു ക്യാമ്പയിൻ പോലെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്തു. എത്രായിരം പേർക്ക് ഈ പ്രശ്നമുണ്ട്. 1000 അല്ല, അതിൽ കൂടുതൽ പേര് കമൻറ്റ് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ് ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ടാറ്റ കാണാത്തതെന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. അത് നമ്മളെ ചെറുപ്പക്കാർക്കൊക്കെ ആണെങ്കിൽ പിന്നെയും ചെയ്യാൻ പറ്റും. ഈ പ്രായമായവരൊക്കെ എങ്ങനെ ഇതിനകത്ത് ലോക്ക് പിടിച്ച് വലിക്കും? പുതിയ നെക്സോൺ 2026 നെക്സോണിനും ആ ഇത് മുട്ടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് അതും അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അതെല്ലാം കൂടെ വലിച്ച് പറിച്ചാൽ മാത്രമേ ആക്സസ് ചെയ്ത് കൊളുത്ത് വലിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ അത്രയും ചെയ്തപ്പോൾ ആ കൊളുത്ത് ഡിക്കിക്കകത്തുനിന്ന് വല്ലതും അൺലോക്ക് ചെയ്യാവുന്ന രീതിയിൽ ആക്സസ് സെറ്റ് ചെയ്യണ്ടേ. അതൊന്നും ചെയ്യാതെ ഇത് കൊളുത്ത് ഇപ്പോഴും അവിടെ വെച്ചിട്ട് അവിടെ അങ്ങ് ഒന്നും ചെയ്യാൻ മേലാത്ത പോലെ കൈയും കിടക്കാത്ത പോലെ വെച്ചിട്ട്, അല്ലെങ്കിൽ പിന്നെ അത് ഫുള്ളായിട്ട് കവർ ചെയ്ത് ചെളി കയറാത്ത രീതിയിലാക്കണമായിരുന്നു. അതും ചെയ്തില്ല. ഇങ്ങനെയൊക്കെ എന്തിനാണ് ഞങ്ങൾ കസ്റ്റമേഴ്സിനെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എത്ര പറഞ്ഞാലും ഇതൊന്നും ഒരു മാറ്റം ഉണ്ടാകുന്നുമില്ല. അതുപോലെ ആക്ച്വേറ്റർ സ്റ്റക്കായാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടുത്താനുള്ള ഒരേ ഒരു മാർഗം ഹാൻഡ് ബ്രേക്ക് ഇടുക, റിലീസ് ചെയ്യുക, ലോക്ക് ചെയ്യുക, അൺലോക്ക് ചെയ്യുക, സ്റ്റാർട്ടാക്കുക, ഓഫാക്കുക. ഇതൊക്കെയാണ് ചെയ്ത് നോക്കാണ്ടുള്ളത്. ഇതിലൊന്നും പറ്റിയില്ലെങ്കിൽ മറ്റേ അടിയിൽ കൈയിട്ടിട്ട് ആ ലോക്ക്
വലിക്കുക എന്നുള്ളത് മാത്രമേ നമുക്കുള്ള ഒരേ ഒരു ഓപ്ഷൻ. അത് ശരിക്കും കവർ ചെയ്ത് വെച്ചായിരുന്നെങ്കിൽ തന്നെ ആ ഇഷ്യൂസ് പകുതി മാറിയാൻ. ഇത് അവിടെ മുഴുവൻ വെള്ളവും ചെളിയും കയറി ടയറിൻ്റെ അടിയിലല്ലേ മണ്ടയിലല്ലേ ഇരിക്കുന്നത്. എന്നാ ചെയ്യാനാ? കുറ്റം പറയുകയല്ല, പറയിപ്പിക്കുകയാണ്. എന്നാ ചെയ്യാൻ പറ്റും? ഒരുപാട് പറഞ്ഞ് നമ്മുടെ സമയം കളയുന്നില്ല. ബൈ.